നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മുടെ വണ്ടിക്കകത്ത്, നമ്മുടെ പജൂറയ്ക്കകത്ത് ഫോഗ് ലൈറ്റ് ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ ഫോഗ് ലൈറ്റ് ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളും എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ നമ്മുടെ കേരള MVDയുടെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു സമീപനത്തെ പറ്റിയൊക്കെയാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓഫ് റോഡൊക്കെ പോകുന്നൊരു വ്യക്തിയാണ്. ഞാൻ ലാസ്റ്റ് നമ്മൾ ഓഫ് റോഡ് പോയത് മലമണ്ടയിലാണ്, നമ്മുടെ ക്ലബിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കിനും നല്ല മഞ്ഞൊക്കെയുള്ള സമയമായിരുന്നു. അപ്പോൾ ഞാൻ വെച്ചെന്നാൽ നമുക്കൊരു ഫോഗ് ലൈറ്റ് വാങ്ങിച്ച് വെക്കാം, ഇതൊരു ഓഫ് റോഡൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാം. അല്ലാത്ത സിറ്റുവേഷനിൽ എനിക്ക് വണ്ടി സ്റ്റോക്ക് ലുക്ക് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞാൻ വെച്ചെന്നാൽ പിന്നെ ഒരു ഫോഗ് ലൈറ്റ് വാങ്ങിക്കാമെന്ന് കരുതി അങ്ങനെ ഞാൻ കുറച്ച് ഫോഗ് ലൈറ്റിനെ പറ്റി അന്വേഷിച്ചു. അപ്പോൾ ഹെല്ല അത്യാവശ്യം നീറ്റായിട്ടുള്ള ബ്രാൻഡാണെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ കരുതുന്ന പിന്നെ ഹെല്ലയുടെ വാങ്ങിക്കാം. അപ്പോൾ വലിയ ബഡ്ജറ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫോഗ് ലൈറ്റ് ഒന്നും എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് അത്ര താല്പര്യമില്ല. നമ്മൾ വല്ലപ്പോഴൊക്കെയുള്ള യൂസ് ആണല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഹെല്ലയുടെ ഒരു മോഡൽ ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. അപ്പോൾ അതാകുമ്പോൾ 8 ഇഞ്ചാണ്. പിന്നെ ഭയങ്കര റാലി 3000 ഉണ്ട് ഒരുപാട്, പക്ഷേ അത് ഒരുപാട് കോമൺ ആണ്. പിന്നെ ഭയങ്കര സൈസുമാണ്. എനിക്ക് അത്രയും വലിയ ഒരു മാസീവായിട്ടുള്ളൊരു സൈസ് ഫോഗ് ലൈറ്റ് ഇരിക്കുന്ന എനിക്കൊരു താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ചെന്നാൽ പിന്നെ ഈ പറയുന്ന മോഡൽ എടുക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ നമ്മുടെ ആമസോണിൽ നിന്ന് ഈ ഹെല്ലയുടെ ഈ ലൈറ്റ് വാങ്ങിച്ചു. ലൈറ്റൊക്കെ വാങ്ങിച്ച് കഴിയുമ്പോഴത്തേക്കിനും അപ്പോൾ വാങ്ങിക്കുന്നതിന് മുന്നേ തന്നെ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. കാരണം ഇപ്പോൾ ഈ MVDയുടെ സീനൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ മോഡിഫിക്കേഷനും ആക്സസറീസ് എല്ലാം നമ്മൾ വണ്ടിക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്കിനും പല സ്ഥലത്തുനിന്ന് ആൾക്കാർ ഒരുപാട് പരാതികളും പ്രശ്നങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പം ഞാനോർത്ത് ഇങ്ങനെയുള്ള സംഭവം വെക്കാൻ എന്തെങ്കിലുമൊക്കെ നിയമപരമായിട്ടുള്ളൊരു സംഭവം കാണും. കാരണം ഈ ഫോഗ് ലൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം മൂന്നാറൊക്കെ പോകുന്ന ഒരു യാത്ര ചെയ്യുന്ന വണ്ടികളൊക്കെ ആണെങ്കിൽ ഒരിക്കലും ഫോഗ് ലൈറ്റ് പറഞ്ഞ് പിടിക്കാൻ പറ്റത്തില്ല. കാരണം അവിടെ എപ്പോഴും മിസ്റ്റും ഫോഗും ഒക്കെയാണ്. അപ്പോൾ ഇതൊരു മോഡിഫിക്കേഷനേക്കാൾ ഉപരി ഒരു യൂട്ടിലിറ്റി ആണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എന്തെങ്കിലും ഒരു നിയമവശം കാണും ഇത് വെക്കാൻ. അങ്ങനെ ഞാൻ ട്രിവാൻഡ്രത്തുള്ള നമ്മുടെ MVD ഓഫീസിൽ ഞാൻ അവരുടെ സൈറ്റിൽ നിന്ന് എനിക്കൊരയിൽ വിളിച്ച് അന്വേഷിച്ചു. അപ്പോൾ അവിടുത്തെ ഒരു സാറിനെ എന്നെ കണക്ട് ചെയ്തു തന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞാനിങ്ങനെ ഓഫ് റോഡൊക്കെ പോകുന്നതാണ്, ഇങ്ങനെ വണ്ടിയൊക്കെ ഉണ്ട്, അപ്പോൾ എനിക്ക് നിയമപ്രകാരം എങ്ങനെ ലൈറ്റ് വെക്കാൻ പറ്റും എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞത്, നിങ്ങൾ ഓഫ് റോഡൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് വെക്കാം, അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ വെക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് അറിയിക്കുക, തൊട്ടടുത്തുള്ള MVD ഓഫീസിലോ അല്ലെങ്കിൽ MVD ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ജസ്റ്റ് ഒന്ന് അറിയിച്ചിട്ട് പോവുക, വണ്ടി പറ്റുവാണെങ്കിൽ കൊണ്ട് കാണിക്കുക എന്ന് പറയും. അപ്പം അങ്ങനെ അതിനുശേഷം ഞാൻ ഫോഗ് ലൈറ്റ് വെച്ചു. ഞാനിപ്പം അടുത്തിടയ്ക്ക് കഴിഞ്ഞ ആഴ്ച ഇവിടെ പോയിരുന്നു, വാൽപ്പാറ പോയിരുന്നു, പൊള്ളാച്ചി വാൽപ്പാറ റൂട്ടിൽ പോയി. അപ്പം കുറച്ച് മഞ്ഞൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ഫോഗ് ലൈറ്റ് വെച്ചിട്ടാണ് പോയത്. മഞ്ഞുണ്ടായിരുന്നു, അതവിടെ യൂസ് ചെയ്യാനൊക്കെ പറ്റി. തിരിച്ച് വരുന്ന വഴിക്ക് ഈ പറഞ്ഞ പോലെ മൂവാറ്റുപുഴ കഴിയുമ്പോഴത്തേക്കിന് MVD കൈ കാണിച്ചു. പുള്ളി വണ്ടി നിർത്തിച്ചു. പിന്നെ ലൈസൻസൊക്കെ ചോദിച്ചു. വണ്ടി ആരുടെ പേരിലാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഫോഗ് ലൈറ്റിനാണ് പിടിക്കുമെന്ന് മനസ്സിലായി. അപ്പോൾ പുള്ളി ഫ്രണ്ടിൽ വന്ന് ഫോട്ടോയൊക്കെ എടുത്ത് നമ്പറൊക്കെ നോട്ട് ചെയ്യുന്നത് കണ്ടു. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ഇങ്ങനെ ഒന്ന് പറഞ്ഞു, ഇത് ഫോഗ് ലൈറ്റ് നിയമവിരുദ്ധമാണ്, വെക്കാൻ പാടില്ലെന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഞാൻ മെട്രോവാണ്ടത്തുള്ള MVD ഓഫീസിൽ വിളിച്ച് പറഞ്ഞിരുന്നു ഓൾറെഡി. അപ്പോൾ ഞാൻ ഓൾറെഡി വിളിച്ച് പറഞ്ഞിരുന്നു ഇവിടെ ഞാനിങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അവർ പറയും കുഴപ്പമില്ല, പോകുമ്പോൾ വെച്ചോ, നിങ്ങൾ തിരിച്ചു വരുമ്പോൾ അത് മാറ്റി വെക്കണമെന്ന് പറയും. അപ്പോൾ ഞാൻ ഈ സംഭവം കൈ കാണിച്ച MVD ഓഫീസറിനോട് ഞാൻ പറഞ്ഞു, ഞാൻ ഈ പർപ്പസിന് വേണ്ടി വെച്ചതാണ്. പുള്ളി പറഞ്ഞ് കവറിട്ട് വെച്ചാലും അത് ഇതാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലാക്കിയൊരു കാര്യം, ഞാൻ MVD ഓഫീസിൽ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ എടുത്ത് ചോദിച്ചു കവറിട്ടാലും പ്രശ്നമുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞത് കവറിട്ടാലും ചിലപ്പോൾ അത് നിങ്ങൾക്ക് ആരെങ്കിലും ചെക്ക് ചെയ്യാം, കാരണം കവറിട്ട് വെച്ചാൽ നിയമവിരുദ്ധമാണ്. നോർമൽ റോഡ്സിൽ ഒരിക്കലും ഫോഗ് ലൈറ്റ് വിത്തൗട്ട് കവർ യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. അതല്ല ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള റീസൺ ഉണ്ട്, നിങ്ങളിപ്പോൾ എവിടെയെങ്കിലും യാത്ര ചെയ്യുന്നത്, ഇപ്പോൾ മൂന്നാറോ അതുപോലത്തെ സ്ഥലങ്ങളൊക്കെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെക്കാം. പക്ഷേ അത് പോയി ട്രിപ്പ് വന്നതിന് ശേഷം അങ്ങനെ വെക്കാൻ പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു നിയമവശം ഞാൻ മനസ്സിലാക്കിയത്. എത്രത്തോളം ഇത് പ്രായോഗികമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള സംഭവം എനിക്കറിയില്ല. കാരണം എനിക്ക് ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നം, ഒരു പെറ്റി അടിക്കാനോ പ്രശ്നം ഉണ്ടാക്കുന്നത് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ്ലി അവരോട് ചോദിച്ചതിന് ശേഷം മാത്രം ഫോഗ് ലൈറ്റ് വെച്ചത്. അതാകുമ്പോൾ നമുക്ക് ചോദിക്കുകയാണെങ്കിൽ പറയാം, നമ്മൾ ഓൾറെഡി അവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടാണ് പോയതെന്ന് പറയാം. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. അപ്പോൾ നിങ്ങൾ ഫോഗ് ലൈറ്റ് വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് മനസ്സിലാക്കുക. ഈവൻ കവറിട്ടാൽ പോലും ചിലപ്പോൾ ചില MVDകൾ കൈ കാണിച്ചേക്കാം. ഇങ്ങനൊരു സംഭവമുണ്ട്. നിങ്ങൾക്കല്ലാതെ ഒരു ഇതുപോലത്തെ ആവശ്യത്തിനൊക്കെ വെക്കാനാണ് നിങ്ങൾ ഫോഗ് ലൈറ്റ് വെക്കുക. തൊട്ടടുത്തുള്ള എവിടെ MVD ഓഫീസിൽ ജസ്റ്റ് ഒന്ന് വിളിച്ചൊന്ന് അപ്ഡേറ്റ് ചെയ്യുക, പറ്റുന്ന വണ്ടി ഒന്നുകൊണ്ട് കാണിക്കുക. അതിനുശേഷം നമുക്ക് എവിടെയുള്ള പോകാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എനിക്കുണ്ടായ അനുഭവം എന്ന് പറഞ്ഞതാണ്.